നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ്. ഇരയുടെ കുടുംബത്തിന് പിന്തുണയുമായി സംസ്ഥാന യുവജന കമ്മീഷൻ. SNDP പറവൂർ യൂണിയൻ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ദർശനോത്സവത്തിന് തുടക്കമായി. വേദിയിൽ സ്ഥാപിക്കുന്ന ദിവ്യജ്യോതിയും കൊടിയും കൊടിമരവും കൊടിക്കയറും ഘോഷയാത്രയായി ദർശനോത്സവ വേദിയിലെത്തിച്ചു. മോഷ്ടാക്കൾ വഞ്ചിയും വലയും കവർന്നതിനാൽ ജീവിതം വഴിമുട്ടിയ മത്സ്യത്തൊഴിലാളിക്ക് സഹായഹസ്തവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇനി വിശദമായ വാർത്തകളിലേക്ക്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ്. ഇരയുടെ കുടുംബത്തിന് പിന്തുണയുമായി സംസ്ഥാന യുവജന കമ്മീഷൻ. കമ്മീഷൻ ചെയർമാൻ M. ഷാജറും കമ്മീഷൻ അംഗം അബേഷ് അലോഷ്യസും അതിജീവിതരെ കുടുംബം സന്ദർശിച്ചു. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ്. ഇരയുടെ കുടുംബത്തിന് പിന്തുണയുമായി സംസ്ഥാന യുവജന കമ്മീഷൻ. കുടുംബത്തെ യുവജന കമ്മീഷൻ ചെയർമാൻ M. ഷാജർ, കമ്മീഷൻ അംഗം അബേഷ് അലോഷ്യസ്, DYFI എറണാകുളം ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്ത് തുടങ്ങിയവർ സന്ദർശിച്ചു. അതിജീവിതയ്ക്കെതിരെ പ്രതി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നത് മര്യാദകേടാണെന്ന് സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ M. ഷാജർ പറഞ്ഞു. ഇവിടെ മൊഴിയെടുക്കാൻ വന്ന ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ സ്വീകരിച്ച സമീപനത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് ഇവിടെ ബന്ധുക്കളെല്ലാം പറയുന്നത്. പക്ഷേ ചില ഉദ്യോഗസ്ഥർ 1-2 പേർ സ്വീകരിച്ച ഇത്തരം സമീപനമാണ് ചിലപ്പോൾ ഇത്രയും വഷളാക്കിയിട്ടുള്ളത്. ഭർത്താവ് ഭാര്യയെ ചെറിയ മർദ്ദിച്ചാലും അതൊക്കെ സഹിക്കേണ്ടതാണ് എന്ന ഒരു ബോധത്തിൽ ചിലർ എങ്ങനെയാണ് എത്തിച്ചേരുന്നതെന്നുള്ള ആശ്ചര്യപ്പെടുന്നത്. കല്യാണം കഴിഞ്ഞ് 1-2 ദിവസം താമസിക്കുമ്പോൾ തന്നെ ഗുരുതരമായി മർദ്ദനത്തിൽ പരിക്ക് പറ്റിയത് നേരിൽ കാണുമ്പോൾ പോലും അത് സഹിച്ചേക്കണം, അതൊന്നും ശരി, ഭാര്യ ഭർത്ത ബന്ധമല്ലേ എന്ന ഒരു ചിന്തയിലേക്ക് എത്തുന്നത് ഒഴിവാക്കണം. ഇങ്ങനെ സഹിച്ച് ജീവിക്കുക എന്ന ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി തെറ്റായ നിലയിൽ ശീലിച്ചു പോയ ചില ശീലങ്ങളിലേക്ക് ഈ കാലത്തും പെൺകുട്ടികൾക്കിടയിലേക്ക് എത്തിക്കുന്ന ചില തെറ്റായ ചിന്തകളെ നമ്മളെല്ലാം ഒറ്റ മനസ്സോടുകൂടി പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കണം. അതിൽ ഈ യുവതയാകെ ഈ വിഷയത്തിൽ സ്ത്രീധനത്തിനെതിരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പോട എന്ന് പറയുന്ന വിധത്തിലേക്ക് മാറിത്തീരണം. പക്ഷേ ഇതിനകത്ത് അവരുടെ മാതാപിതാക്കളിൽ നിന്നുൾപ്പെടെ വന്ന ചില പ്രതികരണം ഞങ്ങളെ ശ്രദ്ധയിലും പെട്ടു. അതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ പ്രയാസപ്പെട്ടൊരു കാര്യമില്ല. അതിൽ മാധ്യമങ്ങൾക്കെതിരെ ചില പ്രതികരണം വരുന്നുണ്ട്. ആ പ്രതികരണം നിങ്ങൾ പൊതുവെ ഇത്തരം വിഷയങ്ങളൊക്കെ ജനങ്ങളെല്ലാം ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ നിങ്ങളെടുക്കുന്ന ബുദ്ധിമുട്ടൊക്കെ നിസ്സാരവൽക്കരിക്കുന്നില്ല. പക്ഷേ ഒരു അക്രമത്തിന് നേതൃത്വം കൊടുത്ത ഒരു ക്രിമിനലിൻ്റെ വീട്ടിൽ പോയി അവരുടെ ഭാഗവും നമ്മൾ ജനങ്ങളെ കേൾപ്പിക്കണം. പക്ഷെ അവർ പറയുന്ന കാര്യം മറുവശത്തൊരു അതിജീവിതയ്ക്ക് എതിരായി വ്യക്തിഹത്യ നടത്തുന്ന വിധത്തിലാണ് എങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള സാമാന്യ മര്യാദയും മാന്യതയും കാണിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകണം. വിചാരണ നമുക്ക് കോടതിയിൽ വെച്ച് നടത്താം. വിചാരണ ഏതായാലും വിചാരണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി ദയവായി മാധ്യമങ്ങൾ വരരുത്. കാരണം അവിടെ ഒരു ദിവസം ഇന്നലെ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ മാധ്യമം അവിടെ പോയി ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അത് വായിക്കുമ്പോൾ അതിനകത്ത് ഇത് സംഭവിക്കുന്നത് ഈ സമാനമായ സംഭവം കേരളത്തിലെ 100 കണക്കിന് വീട്ടിൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടാവും. പെൺകുട്ടി അക്രമത്തിന് വിധേയമാകുന്നുണ്ടാവും. അത്തരം ഘട്ടത്തിൽ ഈ അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇതുപോലുള്ള ക്രിമിനലുകൾക്ക് അവർക്ക് വീണ്ടും ഒരു വളം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു തന്ത്രമാണ്. നാളെ ഇത് പറഞ്ഞാൽ മതി. നാളെ വീണ്ടും ഒരു പെൺകുട്ടിയെ ഭീകരമായി വീട്ടിൽ വെച്ച് ആക്രമിക്കുകയാണെങ്കിൽ ആക്രമിക്കുന്നവർക്ക് ഈ കാര്യം പറഞ്ഞാൽ മതി. അവരുടെ ചാറ്റ് ഞാൻ കണ്ടു എന്ന് തെറ്റായി എന്ന് ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറഞ്ഞാൽ ആരെയും മർദ്ദിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചില അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. പക്ഷേ SNDP പറവൂർ യൂണിയൻ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ദർശനോത്സവത്തിന് തുടക്കമായി. വേദിയിൽ സ്ഥാപിക്കുന്ന ദിവ്യജ്യോതിയും കൊടിയും കൊടിമരവും കൊടിക്കയറും ഘോഷയാത്രയായി ദർശനോത്സവ വേദിയിലെത്തിച്ചു. SNDP പറവൂർ യൂണിയന്റെ നേതൃത്വത്തിൽ മെയ് 18, 19 തീയതികളിലായി സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ദർശനോത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ദിവ്യജ്യോതിയും കൊടിയും കൊടിമരവും കൊടിക്കയറും ഘോഷയാത്രയായി ദർശനോത്സവ വേദിയിലെത്തിച്ചു. ആലുവ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ധർമ്മചൈതന്യ പകർന്നു നൽകിയ ദിവ്യജ്യോതി SNDP യൂണിയൻ പ്രസിഡന്റ് CN രാധാകൃഷ്ണനും സെക്രട്ടറി ഷൈജു മരക്കപ്പടിയും ചേർന്ന് ഏറ്റുവാങ്ങി. ദർശനോത്സവ വേദി ഉയർത്താനുള്ള കൊടിയും കൊടിക്കയറും കൊടിമരവും വിവിധ ശാഖകളിൽ നിന്നും വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടി പറവൂർ മുനിസിപ്പൽ കവലയിലെത്തിച്ചു. വാവക്കാട് ശാഖയിൽ നിന്നും കൊടിയും നീണ്ടൂർ ശാഖയിൽ നിന്ന് കൊടിമരവും കൊടുവഴങ്ക ശാഖയിൽ നിന്ന് കൊടിക്കയറുമാണ് എത്തിച്ചത്. മുനിസിപ്പൽ കവലയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ദിവ്യജ്യോതിയും കൊടിയും കൊടിമരവും കൊടിക്കയറും ഘോഷയാത്രയായി ദർശനോത്സവ വേദിയായ പറവൂർ ചേന്നമംഗലം കവലയ്ക്ക് സമീപം എത്തിച്ചു. 100 കണക്കിന് പ്രവർത്തകരെ സാക്ഷിയാക്കി വേദിയിൽ കൊടിമരം നാട്ടുകയും ദീപശിഖ സ്ഥാപിക്കുകയും ചെയ്തു. കലവറം നിറയ്ക്കൽ ചടങ്ങും ഇതോടൊപ്പം നടന്നു. യൂണിയൻ പ്രസിഡന്റ് CN രാധാകൃഷ്ണൻ, സെക്രട്ടറി ഷൈജു മരക്കപ്പടി, ബോർഡ് മെമ്പർമാരായ PS ജയരാജ്, MP ബിനു, D ബാബു, ദർശനോത്സവ ആഘോഷ കമ്മിറ്റി ചെയർമാൻ MK ആഷിഖ്, യൂണിയൻ കൗൺസിൽ അംഗങ്ങൾ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, വൈദിക യോഗം ഭാരവാഹികൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി.
മോഷ്ടാക്കൾ വഞ്ചിയും വലയും കവർന്നതിനാൽ ജീവിതം വഴിമുട്ടിയ മത്സ്യത്തൊഴിലാളിക്ക് സഹായഹസ്തവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സ്വന്തമായി വഞ്ചി വാങ്ങി നൽകിയാണ് പ്രതിപക്ഷ നേതാവ് കുടുംബത്തിന് താങ്ങായത്. കോട്ടുവള്ളിക്കാട് സത്താർ ഐലൻഡ് പാലത്തിന് സമീപം കെട്ടിയിട്ടിരുന്ന വഞ്ചിയും വലയും മോഷ്ടിച്ചു കൊണ്ടുപോയത് കാരണം ജീവിതം വഴിമുട്ടിയ കോട്ടുവള്ളിക്കാട് കരയിൽ വി ഗോപാലന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നുള്ള ബൂത്ത് കമ്മിറ്റിയുടെ അഭ്യർത്ഥന പരിഗണിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാങ്ങി നൽകിയ വഞ്ചി കൈമാറി. ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് പലയപ്പറമ്പിൽ, UDF ചെയർമാൻ PS രഞ്ജിത്ത്, മണ്ഡലം പ്രസിഡന്റ് മധുലാൽ, അനിൽ ഏലിയാസ്, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീരാജ്, ബൂത്ത് പ്രസിഡന്റ് രാജീവ് വഞ്ചിപുരയ്ക്കൽ, പ്രദീപ് മങ്ങാടൻ, വേണുപാലത്ത്, മനോജ് കെ ദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേമനിധി ബോർഡ് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് CMP മുഖ്യമന്ത്രിക്ക് ഭീമ ഹർജി നൽകി. ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനം നായരമ്പലത്ത് VK ഇക്ബാൽ നിർവഹിച്ചു. ക്ഷേമനിധി ബോർഡുകളെ രക്ഷിക്കുക എന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകുന്നതിന്റെ ഭാഗമായി CMP ജനകീയ ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു. നായരമ്പലം ബസാറിൽ നടന്ന ഒപ്പുശേഖരണം വൈപ്പിൻ നിയോജക മണ്ഡലം UDF ചെയർമാൻ VK ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ട് വരാത്ത ഒരു പ്രവർത്തനത്തിനാണ് ഒരു നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം, പല മേഖലകളിൽ നമുക്ക് പെൻഷൻ കിട്ടുന്ന പല മേഖലകളിൽ നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരുകൾക്ക് എപ്പോഴും സർക്കാരും സർക്കാർ ജീവനക്കാരുമാണ് അവരെ ഏറ്റവും വലിയ ആളുകൾ. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർ ഒരു കാലത്തും ചിന്തിക്കാറില്ല. നമ്മൾ 5 ഗവൺമെന്റുകളെയും തിരഞ്ഞെടുക്കപ്പെടും. ഈ 5 ഗവൺമെന്റുകളെയും നമ്മൾ തിരഞ്ഞെടുത്തയക്കുന്നത് നമ്മുടെ രാജ്യത്തെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി. ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ക്ഷേമ പെൻഷനുകൾ. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലെ പെൻഷനുകളെല്ലാം തന്നെ നമുക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷന് യാതൊരു മാറ്റമില്ല. അവർക്ക് 5 കൊല്ലം കൂടുമ്പോൾ പെൻഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അവിടെയൊക്കെ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിക്കുന്നതനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സാധാരണ അവര് തൊഴിലിനോടൊപ്പം അവര് അടക്കുന്ന തുക അനുസൃതമായി അതിന്റെ ഉടമസ്ഥനും നമ്മൾ പെൻഷന് വേണ്ടി പൈസ അടക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മൾ പെരയൊക്കെ പണിത് കഴിയുമ്പോൾ, ഒരു കെട്ടിടം പണിത് കഴിഞ്ഞാൽ ഉടനെ സർക്കാർ നോട്ടീസ് വരും, വൻ ടാക്സ്. അത് നമ്മൾ സാധാരണ പോയി നമ്മൾ തഹസിൽദാരുടെ അടക്കും, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ അടക്കും. അതിനുശേഷം KT റിനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. VK സുനിൽകുമാർ, NR ഗിരീശൻ, KP കൃഷ്ണൻകുട്ടി, PK മുരളി, ആലീസ് മുകുന്ദൻ എന്നിവർ പ്രസംഗിച്ചു. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ്, ഇരയുടെ കുടുംബത്തിന് പിന്തുണയുമായി സംസ്ഥാന യുവജന കമ്മീഷൻ. SNDP പറവൂർ യൂണിയൻ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ദർശനോത്സവത്തിന് തുടക്കമായി. വേദിയിൽ സ്ഥാപിക്കുന്ന ദിവ്യജ്യോതിയും കൊടിയും കൊടിമരവും കൊടിക്കയറും ഘോഷയാത്രയായി ദർശനോത്സവ വേദിയിലെത്തിച്ചു. മോഷ്ടാക്കൾ വഞ്ചിയും വലയും കവർന്നതിനാൽ ജീവിതം വഴിമുട്ടിയ മത്സ്യത്തൊഴിലാളിക്ക് സഹായഹസ്തവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.